ഹലോ, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ലോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മസ്ജിദുകളിൽ ഒന്നായ അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദാണ്. UAEയുടെ തലസ്ഥാനമായ അബുദാബിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദ് ഒരു പ്രാർത്ഥനാലയം മാത്രമല്ല, സംസ്കാരത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമാണ്. UAEയുടെ സ്ഥാപകനായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ്റെ സ്മരണാർത്ഥമാണ് ഈ മഹത്തായ മസ്ജിദ് നിർമ്മിച്ചിരിക്കുന്നത്. 1996 ഈ മസ്ജിദിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആർക്കിടെക്റ്റുകളും കലാകാരന്മാരും ചേർന്നാണ് ഇതിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടന്നത്. ഏകദേശം 2007 ഇത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. മസ്ജിദിലേക്ക് അടുത്ത് പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് അതിൻ്റെ മനോഹരമായ വെളുത്ത മാർബിൾ നിർമ്മിതിയാണ്. സൂര്യപ്രകാശത്തിൽ ഇത് മസ്ജിദ് മുത്തുപോലെ തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. സന്ധ്യയിലും രാത്രിയിലും ലൈറ്റിംഗ് വരുമ്പോൾ ഇതിൻ്റെ ഭംഗി കൂടുതൽ വർദ്ധിക്കുന്നു. ഈ മസ്ജിദിൻ്റെ ആർക്കിടെക്ചറിൽ ഇസ്ലാമിക്, മുഗൾ, മൊറോക്കൻ, ഒട്ടോമൻ ശൈലികൾ എല്ലാം ചേർന്നതാണ്. അതിനാൽ തന്നെ ലോകത്തിലെ വിവിധ സംസ്കാരങ്ങളുടെയും കലാസൗന്ദര്യം ഇവിടെ കാണാൻ കഴിയും. ഈ മസ്ജിദിന് മൊത്തം 82 ഡോംസ് ഉണ്ട്. കൂടാതെ 4 വലിയ മിനാരുകളുണ്ട്. ഓരോ മിനാറിനും ഏകദേശം 107 മീറ്റർ ഉയരവുമുണ്ട്. മസ്ജിദിൻ്റെ അകത്ത് കടക്കുമ്പോൾ അതിൻ്റെ വിശാലത നമ്മെ അതിശയിപ്പിക്കും. ഒരേ സമയം ഏകദേശം 40,000 പേർക്ക് ഇവിടെ പ്രാർത്ഥിക്കാം. അകത്ത് കടന്നാൽ നമ്മൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൈകൾ കൊണ്ട് നിർമ്മിച്ച പേർഷ്യൻ കാർപ്പറ്റാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് ഈ കാർപ്പറ്റ് നിർമ്മിച്ചത്. ഇത് മുഴുവൻ പ്രാർത്ഥനാ ഹാളും മൂടി നിൽക്കുന്നു. ഇവിടുത്തെ മറ്റൊരു മെയിൻ അട്രാക്ഷനാണ് സ്വരോസ്കി ക്രിസ്റ്റലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഷാൻലിയേഴ്സ്. ഇവയുടെ വെളിച്ചം ഈ മുഴുവൻ മസ്ജിദിനും ഒരു രാജകീയമായ ഭംഗി നൽകുന്നു. മസ്ജിദിൻ്റെ പുറത്തുള്ള വലിയ മാർബിൾ കോട്ടയാർഡ് ലോകത്തിലെ ഏറ്റവും വലിയ മാർബിൾ മൊസൈക്ക് ഡിസൈനുകളിൽ ഒന്നാണ്. ഇവിടെ നിറമുള്ള പുഷ്പ ഡിസൈനുകൾ വളരെ മനോഹരമായി കൊത്തിയിരിക്കുന്നു. ഈ മസ്ജിദിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ലോകത്തിലെ എല്ലാ മതക്കാർക്കും സന്ദർശിക്കാൻ തുറന്നിരിക്കുന്നു. ഇവിടെ എത്തുന്ന സന്ദർശകർ വസ്ത്രധാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾ തലയും ശരീരഭാഗങ്ങളും മുഴുവൻ കവർ ചെയ്യുന്ന തരത്തിലുള്ള അബായകളോ ചുരിദാറുകളോ ധരിക്കേണ്ടതാണ്. ഇവിടെ എത്തുന്ന സന്ദർശകർ വസ്ത്രധാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ത്രീകൾ തലയും ശരീരഭാഗങ്ങളും മുഴുവൻ മൂടുന്ന രീതിയിലുള്ള വസ്ത്രം വേണം ധരിക്കാൻ. അതുപോലെ പുരുഷന്മാർ മാന്യമായിട്ടുള്ള വസ്ത്രധാരണ രീതി തിരഞ്ഞെടുക്കണം. ഇതൊരു മതപരമായിട്ടുള്ള ആരാധനാലയമായതുകൊണ്ട് തന്നെ മാന്യമായിട്ടുള്ള ഫോട്ടോസ് മാത്രമേ ഇവിടെ എടുക്കാൻ സമ്മതിക്കുകയുള്ളൂ. ഈ പള്ളിയിൽ എവിടെ വേണമെങ്കിലും ഫോട്ടോസും വീഡിയോസും അലൗഡാണ്. പക്ഷേ കെട്ടിപ്പിടിച്ച് നിന്നിട്ടുള്ളതോ കൈ കോർത്ത് പിടിച്ചിട്ടുള്ളതായ യാതൊരു തരത്തിലുള്ള ഫോട്ടോസും ഇവിടെ എടുക്കാൻ സമ്മതിക്കില്ല. ഇനി ഇവിടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ, അബുദാബി മെയിൻ ബസ് സ്റ്റാൻഡിൽ നിന്നും അതുപോലെ MBZ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇവിടേക്ക് ബസ്സുകളുണ്ട്. മാത്രമല്ല നമുക്ക് ഓൺ വെഹിക്കിളിൽ വരികയാണെങ്കിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യവും അവൈലബിൾ ആണ്. ഇവിടെ വരുന്നവർ ഒരു ഈവനിങ് ടൈമായിട്ട് കണക്കാക്കി വരാൻ നോക്കുക. കാരണം നൈറ്റാണ് അടിപൊളി വ്യൂ. സൂര്യാസ്തമയത്തിന് ഇവിടെ എത്തുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള അനുഭവമാണ്. ആകാശത്തിൻ്റെ നിറം മാറുന്നതിനൊപ്പം മസ്ജിദിൻ്റെ ലൈറ്റിങ്ങും മാറും. അത് കാണാൻ തന്നെ വളരെ അടിപൊളിയാണ്. പിന്നെ രാത്രിയിൽ മസ്ജിദിൻ്റെ നീല നിറമാണ്. അബുദാബി കൂടെ പാസ് ചെയ്ത് പോകണ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. പിന്നെ ചന്ദ്രൻ്റെ ഘട്ടങ്ങളനുസരിച്ചാണ് ഇവിടെ ലൈറ്റിങ് മാറുന്നത്. പിന്നെ ഈ ഡോം നോക്കി വെച്ചോ, ഇതിൽ കൂടെയാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് വരുന്നത്. നോമ്പിൻ്റെ ടൈമുകളിൽ നമുക്കിവിടെ ഇഫ്താർ ഉണ്ടായിരിക്കും ഈവനിങ്ങിൽ. അവിടെ അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറേ എൻട്രൻസ് വേറെയും കാണാം കേട്ടോ. മെയിനായിട്ട് ഈ എൻട്രൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഡോമിനടുത്തായിട്ട് കാർ പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഡോമിനുള്ളിൽ ഒരു ഷോപ്പിംഗ് മാൾ പോലത്തെ സെറ്റപ്പാണ്. ഇഷ്ടംപോലെ കടകളും അബായ അതുപോലെ കുറേ കരകൗശല വസ്തുക്കൾ അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. കൂടാതെ ഹോട്ടൽസ്, ടോയ്ലറ്റ് അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ താഴെ പോകാനായിട്ട് ലിഫ്റ്റും ഉണ്ട്, എസ്കലേറ്ററും ഉണ്ട്. ഇത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്കൊരു QR കോഡ് സ്കാൻ ചെയ്താലാണ് നമ്മൾ അകത്തേക്ക് കടത്തി വിടുള്ളൂ. അത് നമുക്കിവിടെ വരുന്ന വിസിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് നമ്മൾ QR കോഡ് എടുക്കണം. നമുക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും, വെബ്സൈറ്റ് ത്രൂ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടെയും അതിനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് അവർ ചോദിക്കുള്ളൂ കേട്ടോ. അതിൽ
സ്ത്രീയാണോ പുരുഷനാണോ, എത്ര പേരുണ്ട്, ഒരാളുടെ നമ്പറിൽ നിന്നും മെയിൽ ഐ ഡിയിൽ നിന്നും നമുക്ക് എത്ര പേരാണോ നമ്മുടെ കൂടെ വന്നിട്ടുള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ട് QR കോഡ് എടുക്കാൻ പറ്റും. വിസിറ്റ് വിസയിലുള്ളവർക്കും റെസിഡൻസിനും എല്ലാവർക്കും ഒരേപോലെ തന്നെ വരാൻ പറ്റും കേട്ടോ. ഇതാണ് ആ QR കോഡ്. പിന്നെ ഇതൊക്കെ ആ മുകളിലുള്ള കുറച്ച് റാൻഡം ഐറ്റംസ് ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതാണ്. നമുക്ക് ഇൻ കേസ് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നല്ല ഹൈ പ്രൈസാണ്. സോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ ചുരിദാറോ അബ്ബായയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊണ്ടുവരാം. അതുപോലെ ഒരു ഷോളും. ഹെയർ കാണാൻ പാടില്ല. ഇഷ്ടംപോലെ സെക്യൂരിറ്റീസ് ഉണ്ടാവും. നമ്മളെ കുറച്ച് ഹെയർ കണ്ടാൽ തന്നെ അവർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് പറയും. ഇതാണ് മസ്ജിദിൻ്റെ ഔട്ടർ വ്യൂ. കുറേ ഫൗണ്ടൻസും അതുപോലെ ഇങ്ങനെ കുറേ പോൺസ്, ചെറിയ ചെറിയ പോൺസൊക്കെ പോലെയുണ്ട്. നൈറ്റ് ലൈറ്റിങ് വരുമ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ ഇത് പള്ളിയിലേക്ക് പോകുന്ന കുറേ കോറിഡോർ പോലത്തെ സ്ഥലങ്ങളാണ്. ഇത് നല്ല അടിപൊളിയാണ്. നല്ല ഗോൾഡനും ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഡിസൈനായിട്ട് സൂപ്പർബാണ്. ഇതാണ് വലിയ കോർട്ട്യാർഡ്. നമുക്ക് ഇവിടെയൊക്കെ നിന്നിട്ട് ഓരോ കോർണറിൽ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അതിനൊക്കെ സ്പെഷ്യൽ ഏരിയാസൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് പള്ളിയുടെ ഉള്ളിലുള്ള പല കൊത്തുപണികളും മാർബിളിലുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളി വ്യൂസാണ്. നമുക്കിതൊക്കെ നടന്ന് കാണാമല്ലേ. ഇങ്ങനെ കുറേ ദൂരം നടക്കാനുണ്ട്, പക്ഷേ നല്ല അടിപൊളി കാഴ്ചകളാണ്. പിന്നെ ഈ മാർബിളായ കാരണം അത്യാവശ്യം നല്ല തണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്കത് ഇങ്ങനെ ഓരോ പൊസിഷൻസ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് സകല കാഴ്ചകളും കാണാം. ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സെക്യൂരിറ്റീസ് അവിടെ ഉണ്ടാവും. പിന്നെ ഇതാണ് ആ കാർപ്പറ്റ്. ഫുള്ള് ഹാൻഡ് കൊണ്ട് ചെയ്തിട്ടുള്ള കാർപ്പറ്റാണ് കേട്ടത്. ഇതാണ് സരോസ്കി ക്രിസ്റ്റൽസ് ഉള്ള ഷാൻലിയേഴ്സ്. നല്ല അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. എന്താ ഭംഗിയെന്നറിയോ അതവിടെ ലൈറ്റിങ്ങിൽ കിടക്കുമ്പോൾ. സൂപ്പറാണ്. പിന്നെ ഇത് ഒരു ക്ലോക്കാണ്. ഇങ്ങനെ പല ടൈമിലുള്ള നിസ്കാര ടൈമുകളാണെന്ന് തോന്നുന്നു. ഇത് ഇംഗ്ലീഷിലും അതുപോലെ ഡിജിറ്റ്സ് ആയിട്ടും പിന്നെ അറബിലും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു ക്ലോക്കാണ്. ഇതൊരു 2 എണ്ണം അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് മറ്റേ ഷാൻലിയേഴ്സ്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഫുള്ള് ഉള്ളിലിങ്ങനെ നോക്കി നടക്കാൻ പറ്റും. അത്ര അടിപൊളിയാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി പ്ലേസാണ്. ഓരോ ടൈമെങ്കിലും നമ്മൾ വന്നിട്ട് വിസിറ്റ് ചെയ്യണം. നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാനായിട്ട് തോന്നും. കണ്ട ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ അതേ നൈറ്റ് വൈബ് സ്റ്റാർട്ടായി. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയായില്ലേ. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദ് ഒരു ആരാധനാലയം മാത്രമല്ല, സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു സന്ദേശമാണ് ലോകത്തിന് കൊടുക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഒന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.